ഇന്ന് ഞാൻ ബീൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ബീൻസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും അളവിൽ എടുക്കട്ടെ. ഞാനിപ്പോൾ ഇത്രയാണ് എടുക്കുന്നത്, ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് കേട്ടോ, അത്രയും മതിയാവും. അപ്പോൾ എന്താ ഇതിനെ കൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നവരെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. ഒരു കുറച്ച് കടുക് മാത്രം മതിയാവും കേട്ടോ. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ കടുകിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കയ്യിലുണ്ടേ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചുവന്ന മുളകുണ്ടേ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് അരമുറി വലിയ ഉള്ളിയാണ് കേട്ടോ. അത്രയും മതിയാവും. അതൊന്ന് ചെറുങ്ങനെ ഒന്ന് കളറൊന്ന് മാറി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വലിയ ഉള്ളി കൂടുതൽ വേണമെന്നില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ഇതിൻ്റെ കൂടെ, നല്ല ടേസ്റ്റി തന്നെ. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക. ആ ഒരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ എണ്ണയും എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. കൂടുതൽ വേണ്ട കേട്ടോ, ഒരു കുറച്ച് മാത്രം മതിയാവും. അതൊന്ന് വെന്ത് കിട്ടാനുള്ള പാകത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് എന്താ പച്ചവെള്ളം ആയാലൊന്നും കുഴപ്പമില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ. ഇടയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്താ അടുപ്പിൽ കണലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പിടി തേങ്ങാന്ന് ചേർത്ത് കൊടുക്കുന്നത്. 2 പിടി തേങ്ങയും അതുപോലെ തന്നെ 3 ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മളിപ്പോൾ നേരത്തെ ബീൻസിൽ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒന്ന് വെള്ളം ചേർക്കാണ്ട് പൊടിക്കുന്നില്ല, അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് വേവിച്ചെടുത്ത ഈ ഒരു ബീൻസിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക നല്ല അടിപൊളി ഒരു ഉപ്പേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉപ്പേരി എന്ന് പറയും, തോരൻ എന്ന് പറയും, അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി ഇതിനാന്ന് പറയുക എനിക്കറിയില്ല കേട്ടോ. നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ ഒരു തേങ്ങൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കണലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ച് വേവിക്കുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ അതിലേക്ക് ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം.